ടാലന്റ് ഓൺലൈൻ ക്ലാസ്. എൻ്റെ പേര് ആരതി. കെമിസ്ട്രിയാണ് എൻ്റെ വിഷയം. അപ്പം കെമിസ്ട്രിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ? കെമിസ്ട്രി വളരെ ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ലേ പഠിക്കാനൊക്കെ, അല്ലേ? കെമിസ്ട്രി നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കെമിസ്ട്രി ഇഷ്ടമാവാനുള്ള കാരണം? നമ്മുടെ ഡെയിലി ലൈഫിലുള്ള ഓരോ കാര്യങ്ങളും കെമിസ്ട്രി ആയിട്ട് വളരെയേറെ റിലേറ്റഡ് ആണ്, അല്ലേ? നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന വസ്തുക്കള്, നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങള് എല്ലാം തന്നെ കെമിസ്ട്രി ആയിട്ട് വളരെ റിലേറ്റഡ് ആണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. നമ്മള് രാവിലെ തന്നെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഡെയിലി റൊട്ടീൻസിൽ ഇപ്പൊ നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ്, അതേപോലെ നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ്, നമ്മുടെ അടുക്കളയിലെ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപ്പ് തൊട്ട് ഉപ്പ് മുതലുള്ള എല്ലാ വസ്തുക്കളും എല്ലാം തന്നെ കെമിസ്ട്രീന്റെ പ്രൊഡക്റ്റുകളാണ്. കെമിസ്ട്രി എന്ന് പറയുന്നത് വലിയ സബ്ജക്റ്റിന്റെ സംഭാവനകളാണ് നമ്മുടെ ചുറ്റുമുള്ള ഈ വസ്തുക്കളെ എല്ലാം തന്നെ. അപ്പൊ കെമിസ്ട്രി നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫില് ഒഴിച്ചുകൂടാൻ പറ്റാത്തുള്ള ഒരു സബ്ജക്റ്റ് ആണ് എന്ത്? കെമിസ്ട്രി. അപ്പൊ കെമിസ്ട്രീന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, കെമിസ്ട്രി പഠിക്കുന്നതിന്റെ ആവശ്യകത എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് നമ്മളെ 8ാം ക്ലാസ്സിലെ കെമിസ്ട്രി സബ്ജക്റ്റിലേക്ക് കടക്കാം, അല്ലേ? നിങ്ങളെ ബേസിക് സയൻസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിലെ ബേസിക് സയൻസ് എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾക്ക് കെമിസ്ട്രിയിലെ 5 ചാപ്റ്ററുകളാണ് നിങ്ങൾക്ക് ഈ വർഷം പഠിക്കാനുള്ളത്. ഈ 5 ചാപ്റ്റർ 2 വോളിയായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് വോളിയത്തിൽ നിങ്ങൾക്ക് 2 ചാപ്റ്റർ പഠിക്കാനുണ്ട്. അതില് ഫസ്റ്റ് ചാപ്റ്റർ ആണ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, രണ്ടാമത്തെ ചാപ്റ്റർ ബേസിക് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് മാറ്റർ. ഇനി ഇത് രണ്ടുമാണ് നിങ്ങൾ ഫസ്റ്റ് വോളിയം ടെക്സ്റ്റിലുള്ളത്. സെക്കൻഡ് വോളിയം ടെക്സ്റ്റില് 3 ചാപ്റ്റർ ഉണ്ട്. അതിൽ ഫസ്റ്റ് സൊല്യൂഷൻ, രണ്ടാമത്തത് വാട്ടർ, മൂന്നാമത്തത് പ്ലാസ്റ്റിക് ആൻഡ് ഫൈബേഴ്സ്. അപ്പോൾ ഈ ഓരോ ചാപ്റ്ററിന്റെ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളെ ഇപ്പൊ ഞാൻ പറഞ്ഞ വാട്ടർ, പ്ലാസ്റ്റിക് ആൻഡ് ഫൈബേഴ്സ് ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫായിട്ട് വളരെയേറെ റിലേറ്റഡ് ആയിട്ടുള്ള വസ്തുക്കളല്ലേ? അപ്പൊ ഇതിനെ കുറിച്ചൊക്കെയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും പഠിക്കാൻ റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് ഞാൻ പറഞ്ഞു പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ്. എന്താണ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ? മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? പദാർത്ഥങ്ങളെയാണ് നമ്മുടെ മാറ്റർ എന്ന് പറയുന്നത്. മാറ്ററിന് മലയാളത്തിൽ പറയുന്ന വാക്ക് പദാർത്ഥങ്ങൾ എന്നാണ്. അപ്പൊ ഈ പദാർത്ഥത്തിന്റെ പ്രോപ്പർട്ടീസ്, പദാർത്ഥങ്ങളുടെ സവിശേഷതകളുടെ സ്വഭാവം എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാഠഭാഗത്തേക്ക് അല്ലെങ്കിൽ ഈ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മളെ ചുറ്റുമുള്ള നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ഓരോ ഒബ്ജക്റ്റിനെയും നമുക്കൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കാം. നിങ്ങളെ ചുറ്റുപാട് നിങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള ഒബ്ജക്ട്സ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള വസ്തുക്കളാണ് കാണുന്നത്? ഒന്ന് നോക്കിയേ. നിങ്ങൾ കാണുന്ന ഒബ്ജക്ട്സിന്റെ നെയിം എഴുതിയിട്ട് നിങ്ങൾക്കൊന്ന് ക്ലാസിഫൈ ചെയ്ത് എഴുതാൻ പറ്റുമോ? എല്ലാവരും ഒന്ന് ടേബിളേറ്റ് ചെയ്ത് എഴുതിയേ. നിങ്ങൾ എല്ലാവരും എഴുതിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്കില് ഫസ്റ്റ് പേജില് നിങ്ങൾ ഒരു പിക്ചർ കാണുന്നുണ്ട്. എന്തൊക്കെ ഒബ്ജക്ട്സ് ആണ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നത്? ഒരു ബലൂൺ ഉണ്ട്, അല്ലെ? ബലൂൺ ഉണ്ട്. പിന്നെന്താ ഒരു പെൻസിൽ കാണുന്നുണ്ട്. ഒരു ഗ്ലാസ് ജാറിൽ കുറച്ച് വാട്ടർ ഫിൽ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാ അവിടെ ഉള്ളത്? ബലൂൺ പറഞ്ഞു, ഗ്ലാസ് ജാർ വെള്ളം നിറച്ചിരിക്കുന്ന ഗ്ലാസ് ജാർ പറഞ്ഞു, പിന്നെ ഒരു പെൻസിൽ കാണുന്നുണ്ട്, ഒരു ഇൻസ്ട്രുമെന്റ് ബോക്സ് കാണുന്നുണ്ട്, അതുപോലെ ഒരു സ്പെക്സ് കാണുന്നുണ്ട്. ഈ ഒബ്ജക്ട്സ് എല്ലാം തന്നെ നമ്മളെ കണ്ണുകൊണ്ട് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ നിരീക്ഷിക്കുന്ന സമയത്ത് അത് ഒരേപോലെയാണോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? അതിന്റെ ഷേപ്പില് അല്ലെങ്കിൽ അതിന്റെ യൂസിലെല്ലാം അത് ഒരേപോലെയാണോ? അല്ലേ? എല്ലാം ഡിഫറെന്റ് ആണ്. അപ്പൊ ഈ ഓരോ ഒബ്ജക്ട്സിലും ഉണ്ടായിരിക്കുന്ന ഈ ഓരോ ഒബ്ജക്ട്സും ഉണ്ടായിരിക്കുന്ന എന്തൊക്കെ മാറ്റർ ഉപയോഗിച്ചാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് നമുക്ക് കണ്ണട നോക്കാം, സ്പെക്സ് നോക്കാം, അല്ലെ? സ്പെക്സ് എന്തുകൊണ്ടാണ് സ്പെക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്? സ്പെക്സിന്റെ ഒരു ഫ്രെയിം ഉണ്ട്, അല്ലെ? ഈ ഫ്രെയിം എന്താ? പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഫൈബർ ആണ് സ്പെക്സിന്റെ ഫ്രെയിം എന്ന് പറയുന്നത്. പിന്നെ അതില് ഗ്ലാസ് ഉണ്ട്. അപ്പൊ സ്പെക്സില് ഫൈബറും ഗ്ലാസും ഉണ്ട്. പിന്നെ നെക്സ്റ്റ് ബലൂൺ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ബലൂൺ മേഡപ്പ് ചെയ്തിരിക്കുന്നത്? റബ്ബർ ഉപയോഗിച്ചുകൊണ്ടാണ്. അതിന്റെ ഉള്ളില്, ബലൂണിന്റെ ഉള്ളില് എന്താ ഫിൽ ചെയ്തിരിക്കുന്നത്?
എയർ ഉപയോഗിച്ചല്ലേ ബലൂണിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത്, എയർ ആണ് ബലൂണിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഒരു ഗ്ലാസ് ജാറിൽ അല്പം വാട്ടർ ഫില്ല് ചെയ്തത് കണ്ടു. അപ്പൊ അവിടെ ഈ ഗ്ലാസ് ജാർ നിർമ്മിച്ചിരിക്കുന്നത് ഗ്ലാസ് കൊണ്ടാണ്, അതിൻ്റെ ഉള്ളിലുള്ളത് വാട്ടർ ആണ്. പിന്നെ നമ്മള് പെൻസില്, ഈ പെൻസിൽ നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്ന വസ്തുവാണ് അല്ലെ പെൻസില്, ഇപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പൊ ഈ പെൻസിൽ എന്താ ഉള്ളത്, പെൻസിലിന്റെ നിബ് എന്താ, ലെഡ് അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് എന്ന് പറയും. അപ്പൊ അതിന്റെ പുറം ഭാഗോ മരം അല്ലെ, തടി കൊണ്ടാണ് അതിന്റെ പുറം ഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ അടുത്തത് എന്താ കാണുന്നത് നിങ്ങള്, ഇൻസ്ട്രുമെന്റ് ബോക്സ് അല്ലെ. ഇൻസ്ട്രുമെന്റ് ബോക്സ് നിങ്ങൾ എല്ലാവരും കയ്യിലുള്ള ഇൻസ്ട്രുമെന്റ് ബോക്സ് ഒന്ന് എടുത്തു നോക്കേ. ഇൻസ്ട്രുമെന്റ് ബോക്സ് എന്തുകൊണ്ടായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത്? മെറ്റൽസ് കൊണ്ട്, അഥവാ ലോഹങ്ങൾ അഥവാ മെറ്റൽസ് കൊണ്ടാണ് ഇൻസ്ട്രുമെന്റ് ബോക്സ് നിർമ്മിച്ചിരിക്കുന്നത്. അതിന്റെ ഉള്ളിലുള്ള പ്രൊട്രാക്ടർ, സ്കെയില്, സെറ്റ് സ്ക്വയർ, ഇതൊക്കെ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? പ്ലാസ്റ്റിക് കൊണ്ടാണ് അല്ലെ. അപ്പോ ഈ നമ്മൾ കണ്ട ഓരോ ഒബ്ജക്റ്റിലും തന്നെ എന്താ, വ്യത്യസ്ത മാറ്ററുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ഓരോ ഒബ്ജക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത് വ്യത്യസ്ത മാറ്റർ കൊണ്ടാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞ ഗ്ലാസ് പറഞ്ഞു, ഗ്ലാസ് പറഞ്ഞു, വാട്ടർ പറഞ്ഞു, പിന്നെന്താ പറഞ്ഞത്, ലെഡ് പറഞ്ഞു, ഗ്രാഫൈറ്റ് പറഞ്ഞു, എയർ പറഞ്ഞു. ഈ വസ്തുക്കളെല്ലാം തന്നെ, ഈ മാറ്റർ എല്ലാം തന്നെ ഒരേ അവസ്ഥയിലാണോ? അതിനെല്ലാം നമ്മൾ കാണുന്ന സമയത്ത് അതിന്റെ ഷേപ്പ് അല്ലെങ്കിൽ അതിന്റെ ഇതൊക്കെ ഒരേ രീതിയിലാണോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? ആണോ? ഗ്രാഫൈറ്റ് ഓക്യുപ്പൈ ചെയ്യുന്ന അതേ സ്റ്റേറ്റ് തന്നെയാണോ വാട്ടർ ഓക്യുപ്പൈ ചെയ്യുന്നത്? ആണോ? അല്ലല്ലേ. അപ്പോ നമുക്ക് നമ്മുടെ ചുറ്റുപാടുള്ള ഒബ്ജക്ട്സിനെ അല്ലെങ്കിൽ മാറ്ററിനെ നമുക്ക് അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് അനുസരിച്ച് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതില് ഫസ്റ്റത്തെ സ്റ്റേറ്റ് ആണ് ലിക്വിഡ് സ്റ്റേറ്റ്, സെക്കൻഡ് സ്റ്റേറ്റ് ആണ് ഫസ്റ്റത്തെ സ്റ്റേറ്റ് നമുക്ക് എന്താ പറയാ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയാം, സെക്കൻഡ് ലിക്വിഡ് സ്റ്റേറ്റ്, തേർഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റ്. ഏതൊക്കെയാണ്? സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗ്യാഷ്യസ് സ്റ്റേറ്റ്. ഇങ്ങനെ വസ്തുക്കളെ ഒബ്ജക്ട്സിനെ അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീനെ അനുസരിച്ച് മാറ്ററിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് സോളിഡ് സ്റ്റേറ്റ്, സെക്കൻഡ് ലിക്വിഡ് സ്റ്റേറ്റ്, തേർഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റ്. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ ഒബ്ജക്ട്സിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റിന് അനുസരിച്ച് ഒന്ന് ടേബിളേറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കിയേ. എല്ലാവരും ശ്രമിച്ചു നോക്കാം. അപ്പൊ ഞാൻ പറയുന്നേ, അതില് ഫസ്റ്റ് സ്റ്റേറ്റ് നമ്മൾ പറഞ്ഞ സോളിഡ് സ്റ്റേറ്റ് അല്ലേ. സോളിഡ് സ്റ്റേറ്റില് നമ്മുടെ ഗ്ലാസ്, ഗ്രാഫൈറ്റ്, ഇതൊക്കെ എന്താണ്, സോളിഡ് സ്റ്റേറ്റിലാണ്. പ്ലാസ്റ്റിക്, എന്തൊക്കെയാ, ഗ്ലാസ്, ഗ്രാഫൈറ്റ്, പ്ലാസ്റ്റിക്, ഇതെല്ലാം എന്ത് സ്റ്റേറ്റിലാ, സോളിഡ് സ്റ്റേറ്റിലാ. ഇനി ലിക്വിഡ് സ്റ്റേറ്റില് നമ്മൾ ഈ പിക്ചറിൽ കണ്ട വസ്തുവില് ഒബ്ജക്ട്സിലെ ലിക്വിഡ് സ്റ്റേറ്റിൽ നമ്മൾ കണ്ടത് ആരെയാണ്, വാട്ടറിനെയാണ്. അപ്പൊ വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിലാന്ന് പറഞ്ഞു. ഇനി ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ നമ്മൾ ഇവിടെ കാണുന്നത് എന്താ, ബലൂണിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത എയർ ഏത് സ്റ്റേറ്റിലാണുള്ളത്, ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഈ പിക്ചറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇനി നിങ്ങളെ സറൗണ്ട്സിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കിയേ. വ്യത്യസ്ത തരത്തിലുള്ള ഒബ്ജക്ട്സ്, അത് നിർമ്മിച്ച വ്യത്യസ്ത തരത്തിലുള്ള മാറ്റർ കൊണ്ടാണ് ഈ ഒബ്ജക്ട്സ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഈ 3 ക്ലാസിന്റെ ബേസിൽ, ഈ മാറ്ററിന്റെ ഫിസിക്കൽ സ്റ്റേറ്റിന്റെ ബേസിൽ നിങ്ങൾ അതിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്ത് എഴുതി നോക്കാം. എല്ലാരും ചെയ്യില്ലേ? ഇനി നമുക്ക് ഈ ഒബ്ജക്ട്സിന് അല്ലെങ്കിൽ മാറ്ററിന്റെ എന്തൊക്കെ പ്രോപ്പർട്ടികളാണുള്ളതെന്ന് നോക്കാം. എന്തൊക്കെയാണ് ഈ വസ്തുക്കളുടെ പദാർത്ഥങ്ങളുടെ സവിശേഷത എന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വാട്ട് ആർ ദി ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയൽസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ചില എക്സ്പെരിമെന്റ്സിലൂടെ കടന്നു പോവാം. അപ്പൊ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ബീക്കർ എടുത്തു. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് ഇത്. ഒരു ബീക്കർ എടുത്തിട്ട് അതിന്റെ 3/4 ഭാഗത്തോളം ഞാൻ വാട്ടർ ഉപയോഗിച്ച് ഫില്ല് ചെയ്തു. ഇനി ഞാനൊരു സ്റ്റോൺ എടുത്തിട്ട് ഒരു കയർ ഉപയോഗിച്ച് സ്റ്റോണിനെ കെട്ടി. എന്നിട്ട് ആ കയർ ഉപയോഗിച്ച് കെട്ടിയ സ്റ്റോണിനെ ഞാൻ എന്ത് ചെയ്തു, ഈ വാട്ടറിലേക്ക് ഡിപ്പ് ചെയ്തു.
ഈ വാട്ടറിലേക്ക് ഡിപ്പ് ചെയ്തു. ഇങ്ങനെ ഇത് ഡിപ്പ് ചെയ്തത് കുറച്ച് ആഴത്തിൽ ഡിപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്താ വാട്ടറിന്റെ സർഫസിലേക്ക് ഈ സ്റ്റോൺ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവുന്ന വാട്ടർ ലെവലിന് എന്ത് ചേഞ്ച് ആയിരിക്കും ഉണ്ടാവാം? എന്ത് ചേഞ്ച് ആണ് ഇവിടെയുള്ള വാട്ടർ ലെവലിന് ഉണ്ടാവുക? ചെയ്ത കാര്യം കൂടി പറയാം. ഒരു ബീക്കർ എടുത്തു, ബീക്കറിന്റെ 3/4 ഭാഗത്തോളം ഞാൻ വാട്ടർ ഉപയോഗിച്ച് ഫില്ല് ചെയ്തു. ഈ വാട്ടർ ഉപയോഗിച്ച് ഫില്ല് ചെയ്ത ബീക്കറിലേക്ക് എന്ത് ചെയ്തു? ഒരു സ്റ്റോൺ ഞാൻ ഡിപ്പ് ചെയ്തു. അങ്ങനെ സ്റ്റോൺ ഡിപ്പ് ചെയ്യുന്ന വാട്ടർ സർഫസിലേക്ക് സ്റ്റോൺ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ബീക്കറിൽ ഉണ്ടാവുന്ന വാട്ടർ ലെവലിന് എന്ത് ചേഞ്ച് ആണ് ഉണ്ടാവുക? എന്തായിരിക്കും നിങ്ങളുടെ ഒബ്സർവേഷൻ ഇവിടെ? അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ സ്റ്റോൺ ഡിപ്പ് ചെയ്ത ഭാഗത്തുള്ള ജലം എന്ത് ചെയ്യും? വാട്ടർ മേലോട്ട് ഉയരാൻ തുടങ്ങും. വാട്ടറിന്റെ ലെവൽ മേലോട്ട് റൈസ് ചെയ്യും. ഇങ്ങനെ റൈസ് ചെയ്തത് പുറത്തേക്ക് പോകും അല്ലെ? എന്തുകൊണ്ടായിരിക്കും ഇതിന്? എന്തായിരിക്കും ഇതിന്റെ റീസൺ എന്ന് പറയാനുള്ള കാരണം? ഇതിന്റെ റീസൺ എന്താണ്? ഇവിടെ സ്റ്റോൺ വാട്ടർ സർഫസിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് സ്റ്റോൺ എന്താ ഓക്യുപ്പൈ ചെയ്യാനുള്ള ഒരു സ്പേസ് ആവശ്യമാണ് അല്ലെ? സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താ? സോളിഡ് സ്റ്റേറ്റിലുള്ള ഒരു മെറ്റീരിയൽ ആണ് എന്ത്? സ്റ്റോൺ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റോൺ വാട്ടർ സർഫസിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത്, വാട്ടർ സർഫസിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന വാട്ടർ എന്ത് ചെയ്യും? അവിടെ ഉണ്ടാവുന്ന സ്റ്റോൺ ഓക്യുപ്പൈ ചെയ്യുന്ന സ്ഥലത്തുള്ള വാട്ടർ പുറത്തേക്ക് പോകും. അതുകൊണ്ടാണ് അവിടെ വാട്ടർ ലെവൽ എന്ത് ചെയ്യുന്നത്? റൈസ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ മെറ്റീരിയൽസിനെ ഓക്യുപ്പൈ ചെയ്യാൻ എന്താണ്? സ്പേസ് ആവശ്യമാണെന്നാണ് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഇനി നമ്മൾ അടുത്ത പരീക്ഷണത്തിലേക്ക് നോക്കാം. അടുത്ത പരീക്ഷണത്തിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വലിയൊരു ബീക്കർ എടുത്തു. ഞാൻ വലിയ ബീക്കർ എടുത്തിട്ട്, ഇതിന്റെ സെക്കൻഡ് എക്സ്പെരിമെന്റ് ആണ്. വലിയൊരു ബീക്കർ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു? അതിന്റെ 3/4 ഭാഗം നേരത്തെ പോലെ തന്നെ വാട്ടർ ഉപയോഗിച്ച് ഞാൻ ഫില്ല് ചെയ്ത് വെച്ചു. ഇങ്ങനെ ഞാൻ വാട്ടർ ഉപയോഗിച്ച് ഫില്ല് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ വാട്ടറിന്റെ ലെവലിലേക്ക് ഞാനൊരു ഫസ്റ്റ് ഞാൻ ഒരു ബീക്കർ എടുത്തു. ആ ബീക്കറിന്റെ 3/4 ഭാഗത്തോളം ഞാൻ വാട്ടർ കൊണ്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ഗ്ലാസ് എടുത്തു. ഒരു ഡ്രൈ ഗ്ലാസ്സിലൊന്നും ഉണ്ടാവാൻ പാടില്ല, വാട്ടർ വേപ്പർ പോലും ഉണ്ടാവരുത്. അത്രയും ഡ്രൈ, വേറെ ഒരു ഒബ്ജക്റ്റും ഇല്ലാത്ത, വേറെ ഒരു സാധനം ഇല്ലാത്ത ഒരു ഗ്ലാസ് എടുത്തിട്ട് ആ ഗ്ലാസ് ഞാൻ ഡ്രൈ ആയിട്ടുള്ള ഗ്ലാസ്സിനെ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ പെർപെൻഡിക്കുലർ ആയിട്ട്, എങ്ങനെയാണ്? ഇങ്ങനെ ചരിഞ്ഞോ വളഞ്ഞോ ഒന്നുമല്ലേ, കുത്തനെ, അതിനാണ് നമ്മൾ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഡ്രൈ ഗ്ലാസ്സിനെ ഞാൻ പെർപെൻഡിക്കുലർ ആയിട്ട് ഈ വാട്ടർ സർഫസിലേക്ക് ഇമേഴ്സ് ചെയ്തെടുത്തു. എന്തായിരിക്കും ഇവിടെ നിങ്ങളുടെ ഒബ്സർവേഷൻ? ഇങ്ങനെ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഞാൻ പെർപെൻഡിക്കുലർ ആയിട്ട് ഈ വാട്ടർ ലെവലിലേക്ക് ഇമേഴ്സ് ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള വാട്ടർ ലെവലിന് എന്ത് ചേഞ്ച് ആണ് ഉണ്ടാവുക? എന്തായിരിക്കും നിങ്ങളുടെ ഒബ്സർവേഷൻ? അപ്പൊ ഇവിടെ എന്ത് ചെയ്യൂ? ഇവിടെയുള്ള വാട്ടറിന്റെ ലെവല് റൈസ് ചെയ്യോ? വാട്ടറിന്റെ ലെവല് റൈസ് ചെയ്യൂലേ? ഒരു വസ്തു ഞാൻ അത് വാട്ടർ ലെവലിലേക്ക് താഴ്ത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? വാട്ടറിന്റെ ലെവല് റൈസ് ചെയ്യാൻ തുടങ്ങും. ഈ ഗ്ലാസിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറുമോ? ഗ്ലാസിന്റെ ഉള്ളിലേക്ക് വാട്ടർ പോവോ? ഇല്ലല്ലേ? നിങ്ങളെല്ലാവരും ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആവും. അപ്പൊ വാട്ടറിന്റെ ഉള്ളിലേക്ക് ഗ്ലാസിന്റെ ഈ ഡ്രൈ ഗ്ലാസിന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യല? ഈ ബീക്കറിലുള്ള വെള്ളം കടന്നു പോകില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മക്കളെ, ഈ ഗ്ലാസ്സിൽ എന്ത് ചെയ്യും? ഈ ഗ്ലാസ്സിൽ എയർ ഉണ്ടാവും. ഈ ഗ്ലാസ്സിൽ എയർ ഉള്ളത് കൊണ്ട് ഈ എയർ എന്ത് ചെയ്യല? വാട്ടറിനെ ഉള്ളോട്ട് കടത്തി വിടില്ല. പക്ഷെ എന്താ? ഇവിടെയുള്ള ബീക്കറിലുള്ള വാട്ടർ ലെവല് ഇൻക്രീസ് ചെയ്യും, കുറച്ച് വാട്ടർ എന്ത് ചെയ്യും? പുറത്തേക്ക് പോവുകയും ചെയ്യും. ഇപ്പൊ ഞാൻ പറഞ്ഞെന്താ? ഈ ഡ്രൈ ഗ്ലാസ്സിൽ എന്തുണ്ട്? എയർ ഉണ്ടെന്ന് പറഞ്ഞല്ലേ? എയർ ഉണ്ട്. അതുകൊണ്ടാണ് ബീക്കറിലുള്ള വാട്ടർ എന്ത് ചെയ്തത്? ഗ്ലാസിന്റെ ഉള്ളിലേക്ക് പോവാത്തത്. അപ്പോ ഇനി ഈ ബീക്കറിന്റെ ഈ ഡ്രൈ ഗ്ലാസിന്റെ ഉള്ളിലുള്ള എയറിനും പുറത്തേക്ക് പോകുന്ന വാട്ടറിന്റെ അളവിലും തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റീസ് ഉണ്ടാവും? എന്തെങ്കിലും ഒരു റിലേഷൻ അവിടെ ഉണ്ടാവോ? ചിന്തിച്ചു നോക്ക്. റിലേഷൻ ഉണ്ടാവും അല്ലെ? ഈ ഡ്രൈ ഗ്ലാസ്സിലുള്ള എയറിന്റെ വോളിയവും പുറത്തേക്ക് പോകുന്ന ഇത് ഡ്രൈ ഗ്ലാസ് ഇമേഴ്സ് ചെയ്യുന്ന സമയത്ത് ബീക്കറിന്ന് പുറത്തേക്ക് പോകുന്ന വാട്ടറിന്റെ വോളിയം എന്തായിരിക്കും?
സെയിം ആയിരിക്കും. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂട്ടോ. അപ്പൊ എന്താ, എയറിനെ ഓക്യുപ്പൈ ചെയ്യാൻ എന്താണ്, സ്പേസ് ആവശ്യമാണ് അല്ലെ. ഇനി ഇപ്പൊ 2 പരീക്ഷണങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി മൂന്നാമതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന പരീക്ഷണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു 30 സെന്റിമീറ്ററോളം നീളമുള്ള ഒരു 30, നിങ്ങൾ എല്ലാവരെയും കയ്യില് ഈ മരത്തിന്റെ സ്കെയിൽ ഉണ്ടാവില്ലേ, അതേപോലെ വലുപ്പമുള്ള ഒരു 30 സെന്റിമീറ്ററിന്റെ സ്കെയിൽ ഞാൻ എടുത്തു. ഈ 30 സെന്റിമീറ്റർ നീളമുള്ള സ്കെയിലിന്റെ ഇരു സൈഡിലും ഞാൻ എന്ത് ചെയ്തു, 2 സൈഡിലും ഞാനൊരു എയർ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ബലൂണ് കെട്ടിവെച്ചു. ഇതേപോലെ ഒരേ ഹൈറ്റില്, രണ്ടും ഒരേ ഹൈറ്റില് ഒരേ രീതിയിൽ എന്ത് ചെയ്തു, എയർ ഫില്ല് ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ ഇതിന്റെ മുകളിൽ ഒരു കയറ് കെട്ടി തൂക്കി. ഈ കയറ് കെട്ടി തൂക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ സ്കെയിൽ എന്ത് ചെയ്യാൻ പാടില്ല, വളയാനോ ചെയ്യാനോ ഒന്നും പാടില്ല, നേരെ നിൽക്കണം. എന്നിട്ട് ഞാൻ എന്താ ചെയ്തതെന്നറിയോ, ഈ ഒരു ബലൂണിൽ ഞാനൊരു സെല്ലോ ടാപ്പ് ഒട്ടിച്ച് വെച്ചു. ഒന്നും കൂടി പറയേ. ഫസ്റ്റ് 30 സെന്റിമീറ്റർ നീളമുള്ള ഒരു സ്കെയിൽ, 30 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു സ്കെയിൽ ഞാൻ എടുത്തു. ആ സ്കെയിലിന്റെ 2 സൈഡിൽ ഞാൻ എയർ ഫില്ല് ചെയ്ത് വെച്ച് ഒരു ബലൂണ് കെട്ടിത്തൂക്കി. എന്നിട്ട് എന്ത് ചെയ്തു, ഈ സ്കെയിലിന്റെ മേലെ ഞാനൊരു ചരട് കെട്ടി വെച്ചു. ആ സമയത്ത് എങ്ങനെയായിരിക്കണം, സ്കെയില് വളയാനോ തിരിയാനോ ഒന്നും പാടില്ല, സ്കെയിൽ എന്ത് ചെയ്യണം, നേരെ നിൽക്കണം. അപ്പോ പിന്നെ ഞാൻ ഈ ഒരു ബലൂണിന്റെ മേലെ ഒരു സെല്ലോ ടാപ്പ് ഒട്ടിച്ച് വെച്ചു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഇവിടെ ഞാനൊരു പിൻ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഞാൻ ചെറിയൊരു ഹോൾ ഇട്ട്, പിൻ ഉപയോഗിച്ച് ഈ സെല്ലോ ടാപ്പ് ഒട്ടിച്ച ഭാഗത്ത് ഞാൻ ചെറിയൊരു ഹോൾ ഇട്ടു. അപ്പൊ നിങ്ങൾക്ക് എന്തായിരിക്കും നിങ്ങളുടെ ഒബ്സർവേഷൻ അവിടെ? ഒന്ന് ചിന്തിച്ചു നോക്ക്, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. എന്താണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്ന ഒബ്സർവേഷൻ? ഞാൻ പറയാം. അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു ബലൂണിൽ ഒരു പിന്നെടുത്ത് കുത്തുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ബലൂണിന്റെ ഉള്ളിൽ ആരുണ്ട്, ബലൂണിന്റെ ഉള്ളിൽ നമ്മൾ ആരെ ഫില്ല് ചെയ്തിട്ടുണ്ട്, എയർ ഫില്ല് ചെയ്തിട്ടുണ്ട് അല്ലെ. ബലൂണിന്റെ ഉള്ളിൽ എയർ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താ ഉണ്ടാവുന്നത്, ബലൂൺ ഈ ഹോൾ ഇടുന്ന സമയത്ത് ഈ എയർ എന്ത് ചെയ്യും, പുറത്തേക്ക് പോകും. ഈ എയർ പുറത്തേക്ക് പോകും. അപ്പോ ഈ ബലൂണിന്റെ വലുപ്പം എന്ത് ചെയ്യും, കുറയാൻ തുടങ്ങും. അപ്പൊ ഈ ഭാഗം എന്ത് ചെയ്യും, കുറച്ചും കൂടി പൊങ്ങിപ്പോകും. ഈ സൈഡ് താന്നു വരും. അതിന്റെ കാരണം എന്താ, ഇവിടെ ബലൂണിന്റെ വെയിറ്റ് കുറഞ്ഞു പോയി. ബലൂണിന്റെ ഉള്ളിലുള്ള വായു പുറത്തേക്ക് പോയതുകൊണ്ട് ഇവിടെയുള്ള വെയിറ്റ് കുറഞ്ഞു. ഇവിടെയുള്ള ബലൂണിൽ എന്താണ്, എയർ ഉണ്ട്. വായു മീൻസ് എയർ ആണ്. ഇവിടെ എയർ ഉണ്ട്, എയർ ഫില്ല് ചെയ്ത ബലൂൺ ആണുണ്ട്. അപ്പോൾ ഈ ഭാഗത്തിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ സൈഡിലുള്ള ബലൂണിന് എന്താ, വെയിറ്റ് കൂടുതലാണ്. അപ്പൊ വെയിറ്റ് കൂടുതൽ അഥവാ മാസ് കൂടുതലുള്ള ഭാഗം എന്ത് ചെയ്തു, താന്നു പോകും. മാസ് കുറവുള്ള ഭാഗം എന്ത് ചെയ്തു, പൊന്തിപ്പോയി. മനസ്സിലായോ? അപ്പോ മാസ് കുറവുള്ള ഭാഗം പൊന്തിപ്പോവുകയും ചെയ്തു, മാസ് കൂടുതലുള്ള ഭാഗം എന്ത് ചെയ്തു, താഴ്ന്നു നിൽക്കുകയും ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഒബ്ജക്ട്സിന് അല്ലെങ്കിൽ ഈ വസ്തുക്കൾക്ക് എന്തുണ്ട്, മാസ് ഉണ്ട് അല്ലെ. അപ്പൊ നിങ്ങള് ഈ 3 പരീക്ഷണങ്ങളും കൂടെ നിങ്ങള് മെറ്റീരിയൽസിന്റെ കുറെ പ്രോപ്പർട്ടീസ് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മാറ്റർ എന്താണെന്നുള്ളതിന് ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ സാധിക്കുമോ? നിങ്ങളൊന്ന് എഴുതി നോക്കിയേ, ഒരു ഡെഫിനിഷൻ നിങ്ങൾ എഴുതി നോക്കിയേ. അപ്പൊ നമ്മൾ പറഞ്ഞത് മാറ്ററിന് ഒരു ഡെഫിനിഷൻ കൊടുക്കാനാണ് അല്ലെ. അപ്പൊ ഞാനൊരു ഡെഫിനിഷൻ പറയാം. മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഓക്യുപ്പൈ സ്പേസ് ആൻഡ് ഹാസ് മാസ്. നമുക്ക് ഓക്യുപ്പൈ ചെയ്യാൻ സ്പേസ് അഥവാ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ ഏതൊരു വസ്തുവിനെയും നമുക്ക് മാറ്റർ എന്ന് പറയാം. മാറ്റർ ഈസ് എനിത്തിങ് that occupy the space and has mass. അപ്പൊ ഇതിന്റെ മാറ്ററിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നിങ്ങൾ പഠിച്ചെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ മാറ്ററിനെ അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് അനുസരിച്ച് മാറ്ററിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തു എന്ന് പറഞ്ഞു. സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗ്യാഷ്യസ് സ്റ്റേറ്റ്. അപ്പോ ഈ 3 സ്റ്റേറ്റിലുള്ള വ്യത്യസ്ത തരം മെറ്റീരിയൽസിനെ നിങ്ങൾക്ക് ഫെമിലിയർ ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സോളിഡ് സ്റ്റേറ്റിലുള്ള മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയായിരിക്കും? ഈ എക്സ്പെരിമെന്റ് കൂടെ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. സോളിഡ് സ്റ്റേറ്റിലുള്ള മെറ്റീരിയൽസിന് ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള മാസ് ഉണ്ട്, വോളിയം ഉണ്ട്. അതുപോലെ തന്നെ അതിനെ ഓക്യുപ്പൈ ചെയ്യാൻ എന്താവശ്യമാണ്, സ്പേസ് ആവശ്യമാണ്. ഇനി
നിങ്ങൾ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ സ്റ്റോണ് പെൻസിൽ എടുത്തു നോക്കുക. ഇതിനൊക്കെ എന്താ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ട്, ഡെഫിനറ്റ് ആയിട്ടുള്ള മാസ് ഉണ്ട്, വോളിയം ഉണ്ട് അല്ലെ. ഇനി നമ്മള് രണ്ടാമത്തെ സ്റ്റേറ്റ് ആയിട്ടുള്ള ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് നോക്കാം. അപ്പൊ ലിക്വിഡ് സ്റ്റേറ്റ് നോക്കുമ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് നമ്മുടെ വാട്ടർ, ഓയിൽ. ഇതൊക്കെ എന്താ ലിക്വിഡ് സ്റ്റേറ്റിലാണ് അല്ലെ. അപ്പോൾ ഈ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള സബ്ജക്ട് മെറ്റീരിയൽസിന് എന്താണ്, എന്തൊക്കെയായിരിക്കും അതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ, ലിക്വിഡ് സ്റ്റേറ്റിലുള്ള മെറ്റീരിയൽസിന് എന്താണ്, വോളിയം ഉണ്ട്, അതേപോലെ മാസ് ഉണ്ട്, ഒരു ഷേപ്പ് ഉണ്ട് അല്ലെ. ഷേപ്പ് ഉണ്ടെങ്കിലും അതെന്താ, അത് ഒക്യുപ്പൈ ചെയ്യുന്ന പാത്രത്തിന്റെ ഷേപ്പിനനുസരിച്ച് എന്താ ഈ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള മെറ്റീരിയൽസിന്റെ ഷേപ്പ് എന്ത് ചെയ്യും, മാറിക്കൊണ്ടിരിക്കും അല്ലെ. ഇനി തേർഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണ് അല്ലെ. ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ ഉദാഹരണമാണ് ഹൈഡ്രജൻ, ഓക്സിജൻ, ഇതൊക്കെ എന്താ ഗ്യാഷ്യസ് ആണ്. അപ്പൊ നമ്മളിപ്പോ ബലൂണിന്റെ ഉള്ളിൽ ഫിൽ ചെയ്ത എയർ, അതൊക്കെ എന്താ ഗ്യാഷ്യസ് സ്റ്റേറ്റിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താ, അതിന് മാസിന്റെ വോളിയം ഉണ്ട്, പക്ഷെ അതിനൊരു പ്രത്യേക എന്താ ഷേപ്പ് ഒന്നുമില്ല. അതിങ്ങനെ വായുവിൽ എന്ത് ചെയ്യും, വായുവിലിങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത്, ഗ്യാഷസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പിന്നെ ഫിസിക്കൽ സ്റ്റേറ്റിലുള്ള ലിക്വിഡ് സ്റ്റേറ്റിലുള്ള സോളിഡ് സ്റ്റേറ്റിലും ഗ്യാസ് സ്റ്റേറ്റിലും ഒക്കെ ഉള്ള മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടീസ് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നന്നായിട്ട് പഠിച്ചു വരിക. നമ്മൾ പറഞ്ഞ എക്സ്പെരിമെന്റ്സ് ഒക്കെ ഒന്ന് വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.